ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്നൊരു ചുരിദാർ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ പാർട്ട് 2 ആണ് ഇടുന്നത്. പാർട്ട് 2 എന്ന് പറയുന്നത് സ്ലീവ് കട്ട് ചെയ്യുന്നതാണ്. വളരെ എളുപ്പത്തിൽ സ്ലീവ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ലോങ് സ്ലീവാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. നമ്മൾ പാർട്ട് 1 ചുരിദാർ കട്ട് ചെയ്യുന്നത് ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ അളവ് ചുരിദാറിൽ നിന്ന് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുന്നതെന്നുള്ള എല്ലാ കാര്യങ്ങളുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലേതെങ്കിലും ഒരു പാർട്ട് എടുത്തതിന് ശേഷമാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത്. കാരണം ഏതെങ്കിലും ഒരു പാർട്ട് എടുത്താൽ മതിയെന്ന് പറയാൻ കാര്യം നമ്മൾ കൈക്കുഴിയുടെ ഭാഗം കുഴിച്ച് കട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഏത് പാർട്ട് വേണമെങ്കിലും നമുക്ക് ബാക്ക് പോർഷനായിട്ട് യൂസ് ചെയ്യാം. അപ്പം നമ്മൾ സാധാരണ ബാക്ക് പോർഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്കിത് രണ്ടിലേത് വേണമെങ്കിലും എടുക്കാം. പാർട്ട് 1 കണ്ടിട്ട് കാണണം, എങ്കിലേ ഇത് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ സ്ലീവിനായിട്ട് ബാലൻസ് ക്ലോത്ത് എടുക്കുകയാണ്. നമുക്ക് ലോങ് സ്ലീവാണ് വേണ്ടത്, പക്ഷേ നമുക്ക് വിട്ട് കൊണ്ടൊന്നും തികയാതെ വരുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ലീവിൻ്റെ ബാലൻസ്, നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാലൻസിനെ ഇതുപോലെ എടുത്ത് തേര് വശം നമ്മൾ അടിച്ചു കൊടുക്കണം. ഈ തേര് വശം അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് സ്ലീവിന് വിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്താൽ നമുക്ക് അങ്ങനെ കിട്ടുവേ. കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടും. നമ്മളിപ്പോൾ ആ തേര് വശം അടിച്ചു കൊടുത്ത് ഇതിനൊന്ന് വിട്ട് കൂട്ടി കൊടുത്തിരിക്കുകയാണ്. ഇതുപോലെയാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിനെ നമ്മൾ ഇങ്ങനെ ഇപ്പോൾ 2 ആയിട്ടുണ്ട്, അതിനെ ഒന്നുകൂടെ മടക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ 4 ആയിട്ടാണ് മടക്കി കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് 2 സ്ലീവിനുള്ള ക്ലോത്ത് കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ ആ തേരുവശം അടിച്ച് കൊടുത്തിടമാണ് കറക്റ്റ് സെൻറ്ററിൽ വരേണ്ടത്. ആ രീതിയിൽ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ സ്ലീവ് എടുക്കുകയാണ്. അളവ് ചുരിദാറിൽ നിന്ന് നമ്മൾ ആ ഷോൾഡർ പോയിൻറ്റിൽ നിന്ന് ഇതുപോലെ ഷോൾഡർ പോയിൻറ്റിൽ നിന്ന് സ്ലീവിന് എത്രയാണ് ലെങ്ത് വേണ്ടതെന്ന്, അത് നമുക്ക് എത്രയാണോ വേണ്ടത്, നമ്മളിപ്പോൾ ലോങ് സ്ലീവാണ് കട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയാണോ വേണ്ടത് അത് ആണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു എടുത്തിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1-1.5 ഇഞ്ച് കൂടുതൽ നമ്മൾ ലെങ്ത് കൊടുക്കേണ്ടതാണ്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ ക്ലോത്തിൽ കറക്റ്റ് ആ ഒരു വിഡ്ത്തിൽ ലെങ്തിനെക്കാട്ടിൽ ഒരല്പം കുറവ് കിട്ടുന്നുണ്ട്. നമുക്കിപ്പോൾ ഉള്ള ക്ലോത്തിന് എത്രയാണോ അത് വെച്ച് അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ലെങ്ത് ഈ ഒരു രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. നമുക്കിപ്പോൾ ഉള്ള ലെങ്ത് മാക്സിമം നമ്മളങ്ങ് എടുക്കുകയാണ്. ഇനി നമുക്ക് വിഡ്ത്തൊക്കെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. 4 ആയിട്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിലാണ് നമ്മൾ ഇതുപോലെ ഇട്ടും കൊടുത്തിരിക്കുന്നത്. ലോങ് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ പറയുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. സിമ്പിളെന്ന് ഉദ്ദേശിക്കുന്നത് സമയത്തെ അല്ല, ചെയ്തെടുക്കുന്ന പ്രവൃത്തി സിമ്പിളാകുമെന്നാണ് പറയുന്നത്. സമയം തീർച്ചയായിട്ടും എടുക്കും കേട്ടോ. ഇനി നമ്മൾ ബാക്ക് പോർഷൻ എടുത്തതിന് ശേഷം ഈ ഒരു പോയിൻ്റ് വരെ, നമ്മുടെ ആ മാർക്ക് ചെയ്ത പോയിൻ്റ് വരെ നമ്മൾ അടയാളപ്പെടുത്തണം. അതിനായിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ച് ഇതുപോലെയൊന്ന് നമ്മൾ മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്ന് നമ്മൾ ഇതുപോലെ അളന്നെടുക്കുക. വളരെ കൂളായിട്ട് നമ്മൾ അങ്ങ് അളന്നെടുത്താൽ മതി. നമ്മൾ ക്ലോത്തിനെയും വലിച്ചു കൊടുക്കേണ്ട, ടേപ്പിനെയും ഒന്നും വേണ്ട. എങ്ങനെയാണോ കറക്റ്റ് ഇരിക്കുന്നത് അതുപോലെ നമ്മൾ ഈ ഒരു പോയിൻ്റ് വരെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് എത്രയാണോ കിട്ടിയിരിക്കുന്നത് അത് നമ്മളിവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അത് ഓരോരുത്തരുടെ അളവ് എത്രയാണോ അത് നമ്മൾ ഈ ഒരു പോയിൻ്റ് ഇവിടെ നമ്മൾ നമ്മുടെ ക്ലോത്തിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് തേര് വശം അടിച്ചു കൊടുത്തിട്ടുണ്ട്. ആ അടിച്ചു കൊടുത്ത പോയിന്റിൽ നിന്നാണ് അളന്നെടുത്തത് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതും നമ്മൾ അങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിച്ചോണേ. ഇനി നമ്മൾ ക്യാപ്പ് അളവാണ് കൊടുക്കുന്നത്, അതായത് ഡൗൺവേർഡ്. അതിനായിട്ട് നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് എത്രയാണോ അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ച് കൂടെ കൂട്ടുക. അത് നമ്മൾ ലോങ് സ്ലീവ് ആയതുകൊണ്ടാണ് 1 ഇഞ്ച് കൂടെ കൂട്ടി കൊടുക്കുന്നത്. അപ്പം നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് 36 ഇഞ്ചാണ്. അതിനെ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 ഇഞ്ചെന്ന് കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ച് കൂടെ നമ്മൾ കൂട്ടിക്കൊടുത്ത് 4 ഇഞ്ചാണ് ഈ ഒരു പോയിൻറ്റിൽ നിന്ന് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ഈ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പോയിൻറ്റിൽ നിന്നും കറക്റ്റ് ആ 4 ഇഞ്ച് എവിടെയാണോ വരുന്നത് അതൊന്ന് മാർക്ക് ചെയ്യുക. അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പോയിൻറ്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെയൊന്ന് വരച്ചു കൊടുക്കുക. ഇങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ സീം അലവൻസ് ആണ് കൊടുക്കേണ്ടത്. അത് നമ്മൾ ഈ മെയിൻ ക്ലോത്ത് 2 ഇഞ്ചാണ് ഈ ഒരു ഭാഗത്തേത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു 2 ഇഞ്ച് നമ്മൾ ഇവിടേക്കും മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന ആ പോയിൻ്റ് വരെയാണ് നമ്മുടെ വിഡ്ത്ത്, നമ്മുടെ സ്ലീവിന് വിഡ്ത്ത് കിട്ടുന്നത്. ആ ഒരു ഇപ്പം മാർക്ക് വരച്ചു കൊടുത്ത പോയിൻ്റ് വരെയാണ്.
ഇനി നമ്മൾ ആദ്യമേ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മളുടെ ഈ കോർണറിലേക്ക് ഇതുപോലെയൊന്ന് നമ്മൾ വരച്ചു കൊടുക്കുക. ഇങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു പോയിൻറ്റിൻ്റെ കറക്റ്റ് സെൻറ്റർ കാണണേ. അത് നമ്മൾ ഇതുപോലെ കറക്റ്റ് നമ്മൾ ആ പോയിൻ്റ് വരെ, അതായത് ആ സ്റ്റിച്ചിങ് പോയിൻ്റ് വരെ, തേരുവശം അടിച്ചു കൊടുത്ത സ്റ്റിച്ചിങ് പോയിൻ്റ് വരെ മതി. അത് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം കറക്റ്റ് സെൻറ്റർ എവിടെ വരുന്നോ അവിടെയൊന്ന് മാർക്ക് ചെയ്യുക. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഈ ഒരു പോയിൻറ്റിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇതുപോലെ കാണണം. എവിടെയാണോ വരുന്നത് അവിടം വരെ നമ്മൾ ഇതുപോലെ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത പോയിൻറ്റിൻ്റെയും കറക്റ്റ് ഈ ഒരു പോയിൻറ്റിൽ നിന്ന് കറക്റ്റ് നമ്മൾ ഈ സെൻറ്റർ വരെ ഇതുപോലെയൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പോയിൻറ്റിൽ നിന്ന് മുകളിലേക്ക് 1/2 ഇഞ്ചും ഇങ്ങനെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പോയിൻറ്റിൽ നിന്ന് 1/2 ഇഞ്ച് താഴേക്ക് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഏത് അളവുകാരാണെങ്കിലും ഈ ഭാഗമെല്ലാം ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ഈ കോർണർ ഓവൽ ഷേപ്പ് കിട്ടാനായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൂർത്തൊന്നും ഇരിക്കാതെ കറക്റ്റായിട്ട് നമ്മൾ ഫ്ലാറ്റായിട്ട് നല്ല ലെവലായിട്ട് ഷോൾഡർ ഭാഗവും സ്ലീവിൻ്റെ ഭാഗവും കൂടെ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ഓവൽ ഷേപ്പ് കൊടുത്ത് ഈ ഒരു പോയിൻറ്റിലൂടെ നമ്മൾ കറക്റ്റ് സെൻറ്ററിലേക്ക് കൊണ്ടിരുന്നു. കറക്റ്റ് സെൻറ്ററിൽ നിന്ന് വീണ്ടും നമ്മൾ 1/2 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്ത പോയിൻറ്റിലൂടെ ഇതുപോലെ ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അളവുകാരും അവനവൻ്റെ അളവാണ് എടുത്ത് ഇതേപോലെ ചെയ്ത് നോക്കിയാൽ മതി, കറക്റ്റായിട്ട് കിട്ടും. ഇനി നമ്മൾ ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്ന് വീണ്ടും നമ്മൾ താഴേക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. ഇത് നമ്മൾ സ്ലീവിന് കറക്റ്റ് വിട്ട് കിട്ടാനായിട്ടുള്ള ഒരു ടിപ്സാണ് പറയുന്നത്. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുക. ലോങ് സ്ലീവ് കട്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ 4 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമ്മളുടെ അളവ് ചുരിദാറാണ് എടുക്കുന്നത്. അളവ് ചുരിദാറിൽ നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്ത പോയിൻറ്റിലെ വിഡ്ത്ത് കണ്ടുപിടിക്കണം. ആദ്യമേ നമ്മൾ ഷോൾഡർ പോയിൻറ്റിൽ നിന്ന് നമ്മുടെ ആം ഹോളിൻ്റെ ഡെപ്തായിട്ടുള്ള 4 ഇഞ്ച്, അത് ഞാൻ ഇവിടെ മനസ്സിലാകാൻ വേണ്ടി വീണ്ടും പറയുകയാണ്. ആ 4 ഇഞ്ച് ഇവിടെ നമ്മൾ നമ്മളുടെ അളവ് ചുരിദാറായി പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അവിടെ നിന്ന് നമ്മളിപ്പം മാർക്ക് ചെയ്ത് നമ്മുടെ ക്ലോത്തെ മാർക്ക് ചെയ്ത് കൊടുത്ത 4 ഇഞ്ചിലേക്ക് എത്തി. ഇതാണ് നമ്മളുടെ ആ 4 ഇഞ്ചിൻ്റെ വിഡ്ത്ത് എടുക്കേണ്ട ഭാഗം. അവിടെ നമുക്ക് നമ്മുടെ അളവ് ബ്ലൗസിന് എത്രയാണോ വിഡ്ത്ത് കിട്ടിയിരിക്കുന്നത് ആ വിഡ്ത്ത് നമ്മൾ അളന്നെടുക്കുക. ആ ഒരു 4 ഇഞ്ച് പോയിൻറ്റിൽ നമ്മൾ അളന്നെടുത്തിരിക്കുന്ന ആ 4 ഇഞ്ച് നമ്മൾ എത്രയാണോ വിഡ്ത്ത് കിട്ടിയിരിക്കുന്നത് ആ വിഡ്ത്ത് നമ്മൾ ഈ സ്റ്റിച്ചിങ് പോയിൻറ്റിൽ നിന്നാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 ഇഞ്ച് ഇവിടെയും നമുക്ക് ഇതുപോലെ തയ്യൽ തുമ്പ് കൊടുക്കാം. ഇനി നമ്മൾ ഒരളവ് കൂടെ എടുക്കുന്നുണ്ട് താഴേക്ക്. അത് നമ്മൾ 7.5 ഇഞ്ചാണ്. അത് ഈ പോയിൻറ്റിൽ നിന്ന് എവിടെയാണോ നമുക്ക് 7.5 ഇഞ്ച് വരുന്നത് അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള വിഡ്ത്തിൽ സ്ലീവ് അറ്റാച്ച് ചെയ്ത്, അതായത് നമുക്ക് സ്ലീവിന് വിഡ്ത്ത് അടിച്ചു പോകുമ്പോൾ കറക്റ്റ് വിഡ്ത്ത് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ടിപ്സാണിത്. അപ്പം നമുക്ക് 7.5 ഇഞ്ച് ഏത് അളവുകാരാണേലും 7.5 ഇഞ്ച് എവിടെ വരുന്നോ അത് നമ്മൾ മാർക്ക് ചെയ്യുക. ഇനി വീണ്ടും നമുക്ക് ഈ അളവ് ബ്ലൗസിൽ നിന്ന് കണ്ടു കിട്ടാനായിട്ട് നമ്മൾ ആദ്യമേ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് 4 ഇഞ്ച് എവിടെ വരുന്നോ അവിടെ ഒന്ന് മാർക്ക് പിടിച്ചതിന് ശേഷം അടുത്ത 4 ഇഞ്ചിൻ്റെ പോയിൻറ്റ് നമ്മളിതുപോലെ പിടിച്ച് കൊടുക്കുന്നു. അവിടെ നിന്നാണ് ഈ 7.5 വരുന്ന ഭാഗം നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 7.5 ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗത്തെ വിഡ്ത്ത് എത്രയാണെന്നുള്ളതാണ് ഇനി നമ്മൾ അളന്നെടുക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ അളന്നെടുത്തതിന് ശേഷം അത് കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. ചുളുക്കമൊന്നും ഇല്ലാതെ വെച്ച് കൊടുത്തതിന് ശേഷം ആ തയ്യൽ തുമ്പിൻ്റെ ആ സ്റ്റിച്ചിങ് പോയിൻറ്റിൽ നിന്ന് എവിടെ വരെയുള്ളത് എത്രയാണെന്ന് നോക്കുക. അത് നമ്മൾ ഇവിടുത്തെ തേരുവശത്തെ സ്റ്റിച്ചിങ് പോയിൻറ്റിൽ നിന്ന് ഇതുപോലെ അളന്ന് കൊടുക്കുക, അടയാളപ്പെടുത്തി കൊടുക്കുക. അവിടെയും നമ്മൾ 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക. ഇനി നമുക്ക് ഈ ബാക്കി എത്രയാണോ നമുക്ക് ലെങ്ത് കിട്ടുന്നത് അത് നമ്മളിനി അളന്നെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ പോയിൻറ്റിൽ നിന്ന് നമുക്ക് ഇത്രയുമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ കുറച്ചുകൂടെ കൂടുതൽ വേണ്ടതാണ്. നമ്മുടെ ക്ലോത്തിന് അത്രയും ലെങ്ത് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എത്രയാണോ ക്ലോത്തിന് കിട്ടുന്നത് അതങ്ങ് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവിടെ ഒന്ന് കറക്റ്റ് ഇതുപോലെ ലെവലാക്കി കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഓപ്പണിൽ എത്രയാണോ വിഡ്ത്ത് കിട്ടേണ്ടത്
അതും ആ സ്റ്റിച്ചിങ് പോയിൻ്റ് വരെയുള്ള വിഡ്ത്ത് നമ്മൾ നോക്കിയാൽ മതിയേ. നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതും നമ്മൾ ഈ ഒരു പോയിൻറ്റിൽ നിന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുക. കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1.5 ഇഞ്ച് നമ്മളിവിടെ കൊടുത്താൽ മതി നമ്മുടെ തയ്യൽ തുമ്പ്. ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഇപ്പം നമ്മുടെ പോയിൻറ്റുകളെല്ലാം ലോങ് സ്ലീവിന് വേണ്ട പോയിൻ്റ് അല്ല, അത് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആകും. വിഡ്ത്തിലൊന്നും ഒരു മാറ്റവും വരത്തില്ല. കറക്റ്റായിട്ട് നമുക്കത് കറക്റ്റ് വിഡ്ത്തിൽ തന്നെ ചെയ്തെടുക്കാൻ, കറക്റ്റ് ഫിറ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ സാധിക്കും ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ. അപ്പം വളരെ ശ്രദ്ധയോടെ കണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ തന്നെ ഹിപ്പ് ഷേപ്പർ വെച്ചാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്ന. കൈകൊണ്ട് ഷേപ്പ് ചെയ്ത് കൊടുത്താലും മതി. ഇങ്ങനെ ഷേപ്പർ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ചെയ്തെടുത്താൽ നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടുവേ. നമ്മൾ ആ മാർക്ക് ചെയ്ത പോയിൻറ്റിലൂടെ ഇതുപോലെ കറക്റ്റ് ഷേപ്പിൽ ഈ ഭാഗങ്ങളെല്ലാം നമുക്ക് ഇതുപോലെ വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ടാണ് നമ്മൾ ലോങ് സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുള്ള സപ്പോർട്ട് ചെയ്യണേ. ഒരു ഇൻസ്റ്റയും ഉണ്ട്, ഫേസ്ബുക്കും ഉണ്ട്, യൂട്യൂബും ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മളുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മൾ സാരി ബ്ലൗസിൻ്റെ വീഡിയോസ് പാർട്ടായിട്ട് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഫോർമുല തന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അതെല്ലാവർക്കും കുറച്ച് കമൻറ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോസ് അടുത്ത ദിവസങ്ങളിൽ ഇടാവേ. ഈ ഒരു ചുരിദാർ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്പം നമ്മളുടെ ഈ ഒരു ഭാഗങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കുക. എല്ലാ കാര്യങ്ങളും വളരെ സ്ലോയിൽ ചെയ്തെടുക്കുക. അതൊക്കെയാണ് തയ്യലിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ ഫാസ്റ്റായിട്ട് ചെയ്ത് കൊടുത്താൽ തയ്യൽ നമുക്ക് വളരെ കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്തെടുക്കുന്നവർ. ഇപ്പം നമ്മുടെ സ്ലീവിൻ്റെ ഭാഗമെല്ലാം നമ്മൾ ഇതുപോലെ വളരെ നീറ്റായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നല്ല ഫിറ്റായിട്ട് നമ്മുടെ ഈ ലോങ് സ്ലീവ് നമുക്ക് കിട്ടുകയും ചെയ്യും. ആ ഒരു ഭാഗത്തിലൂടെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് വിട്ടാൽ മതി. ഇനി നമ്മൾ ഇതിനെ നല്ല വശങ്ങൾ തമ്മിൽ നമ്മൾ ഫ്രണ്ട് പോർഷനുള്ള കുഴിച്ച് കട്ട് ചെയ്യാണ്, ഡീപ്പ് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഭാഗമാണ്. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സെൻറ്റർ പോയിൻ്റ് കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഒരു വ്യത്യാസവും ഇല്ലാതെ നല്ല നീറ്റായിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഡീപ്പ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ഡീപ്പ് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ നല്ല വശങ്ങൾ തമ്മിലായിരിക്കണം വെച്ച് കൊടുക്കേണ്ടത്. പിന്നെ നമ്മളുടെ സൗകര്യത്തിന് ഇതുപോലെ ക്ലോത്തിനെ ഒന്ന് തിരിച്ചൊക്കെ കൊടുക്കുക. നമുക്ക് ഏതാണോ വശം അത് വെച്ച് കൊടുക്കുക. ഇതുപോലെ നമ്മളിപ്പം നല്ല വശങ്ങൾ തമ്മിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് പോർഷന് വേണ്ട ഭാഗം മാത്രമാണ് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇനി ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇവിടെ എല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഈ ഒരു നമ്മുടെ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഒരു 1/4 ഇഞ്ച്, 1 ഇഞ്ച് വരെ വേണമെങ്കിൽ നമുക്ക് കുഴിച്ച് കട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു 1/4 ഇഞ്ചാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് ടേപ്പ് ഇതുപോലെ വെച്ച് കൊടുത്ത് 1/4 ഇഞ്ച് നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അത് കറക്റ്റായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഭാഗത്തിലൂടെ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ആ കറക്റ്റ് ആ മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്ക് കൊണ്ടുവരിക. അവിടെ നിന്ന് ഇതുപോലെ നമ്മൾ കുറച്ചുകൂടെ വിട്ട് കുറച്ച് ഈ സെൻറ്ററിലേക്ക് കൊണ്ടുവരിക. ഈ രീതിയിലാണ് നമ്മൾ ഡീപ്പ് കട്ട് ചെയ്യാനായിട്ടുള്ള ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം വളരെ സ്ലോയിൽ തന്നെ നമ്മൾ ഈ ഒരു ഭാഗങ്ങളെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തു. ഈ കട്ട് ചെയ്ത ഭാഗമാണ് നമ്മൾ ചുരിദാറിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ വരേണ്ടത്. അത് നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന വീഡിയോയിൽ കാണിക്കാവേ. അപ്പം നമ്മളിതുപോലെ സ്ലീവിൻ്റെ ഭാഗം നല്ല കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അടുത്ത പാർട്ടായിട്ട് നമ്മൾ നെക്കിൻ്റെ ഭാഗവും അതുപോലെ തന്നെ സ്ലീവ് കട്ട് ചെയ്യുന്ന ഭാഗമൊക്കെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗമൊക്കെ ഇട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഇടാവേ. അപ്പം നമ്മളുടെ വീഡിയോയ്ക്ക് ഇപ്പം തന്നെ നല്ല ലെങ്തിയായി. അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും യൂട്യൂബ് ഹൈപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. നമ്മുടെ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റയും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.